കാക്കനാട് മയക്കുമരുന്ന് മാഫിയയുടെ ആക്രമണം. പൊതുപ്രവർത്തകനായ ബാബു ആന്റണിയെ ചുറ്റിക കൊണ്ടടിച്ചു. കാക്കനാട് തുതിയൂർ കാളച്ചാൽ തോടിന് സമീപത്തായിരുന്നു ഇന്ന് ആക്രമണം. ബാബു ആന്റണി അത്ഭുതകരമായി തൊട്ടടുത്ത കാളച്ചാൽ തോട്ടിൽ ചാടിയാണ് രക്ഷപ്പെട്ടത്. ഇദ്ദേഹം കാക്കനാട് തൃക്കാക്കര കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടി. ആക്രമണം നടത്തിയവരെ കാക്കര പോലീസ് പിടികൂടി. വീണ്ടും എന്നെ ചിട്ടിയെടുത്ത് അടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ തൊട്ടടുത്തൊരു തോടുണ്ടായിരുന്നു. തോടിലേക്ക് ചാടിയതിന്റെ പേരിൽ മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് എന്നെ ആക്രമിച്ചത്. ഇപ്പൊ മുതിർന്നവന്മാരാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇപ്പൊ 6-7 വർഷം എടുത്ത് ഇവന്മാർക്ക് കിളി പോകാനെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന പിള്ളേർക്ക് 3 വർഷമൊക്കെ മതി. ഞാൻ രാവിലെ ഞങ്ങളുടെ ദേവാലയത്തിലെ സെയിന്റ് ജോസഫ് ഡേയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒരു സ്ഥലത്തു നിന്ന് കുറച്ച് തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് പോയതാണ്. അവിടെ ചെന്ന് തെങ്ങ് കയറുന്നതിന് വേണ്ടി ആള് മുകളിൽ കയറിയ സമയത്ത് ഔചാരികമായിട്ട് പയ്യൻ ഓടി വന്നു. അവൻ സ്ഥിരം കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളും അവിടെ ഒരു വലിയ ഗ്യാങ് ആയിട്ട് അവിടെ നിന്ന് എല്ലാ ദിവസവും അവിടെ വൈകുന്നേരങ്ങളിൽ നിന്ന് കഞ്ചാവ് കഴിക്കുന്ന ആളുമാണ്, വലിക്കുന്ന ആളുമാണ്. അവിടെ പെട്ടെന്ന് ഒരു ചിട്ടിയമായിട്ട് വന്നു. ഞാൻ എന്നെ ഉപദ്രവിക്കാൻ വരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതിന്റെ അടുത്ത് വരികയും എന്റെ തലക്ക് ലക്ഷ്യം വെച്ചിട്ടാണ് അടിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കൈ തടഞ്ഞപ്പോൾ എന്റെ കൈയുടെ ഇവിടെ എല്ലിന് പൊട്ട് ഉണ്ടെന്നാണ് ഇപ്പൊ ഡോക്ടർ പറഞ്ഞത്. ഇപ്പൊ എക്സ്റേ എടുക്കാൻ പോകുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ഒരു 2 സ്റ്റിച്ച് ഇടാവുന്ന രീതിയിലേക്കുള്ള മുറിവും ഉണ്ടായിട്ടുണ്ട്. വീണ്ടും എന്നെ ചിട്ടിയെടുത്ത് അടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ തൊട്ടടുത്തൊരു തോടുണ്ടായിരുന്നു. തോടിലേക്ക് ചാടിയതിന്റെ പേരിൽ മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് എന്നെ ആക്രമിച്ചത്. കാരണം എന്റെ കൂടെ 2 പേരുണ്ടായിരുന്നു. അവരെല്ലാം ഓടിക്കളഞ്ഞു. ഇവരുടെ ആക്രമം അത്ര ഭയങ്കര ക്രൂവലായിട്ടുള്ള രീതിയിലാണ് അവർ ആക്രമിച്ചത്. ഒരു ഇതില്ലാത്ത രീതിയിൽ വന്നു ഇതില്ലാത്ത രീതിയിൽ ഭയങ്കര ക്രൂരമായിട്ടാണ് ഇവന്റെ ആക്രമണം രീതികൾ. ചെറിയ തോട്ടിലേക്ക് ഞാൻ ചാടിയതിന്റെ പേരിലാണ് ഞാൻ തൊട്ടടുത്തൊരു തോടുണ്ടായിരുന്നു. തോടിലേക്ക് ചാടിയതിന്റെ പേരിൽ മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അടുത്ത അടി തലക്ക് കൊണ്ടാണ്. കൃത്യമായിട്ടാണ് ഈ പയ്യൻ വന്നത്. അപ്പൊ ഞാനോർത്ത് അല്ല പശുവിനെ കെട്ടാനായിട്ടാണെന്ന് ഞാൻ ചോദിച്ചു പശുവിനെ കെട്ടാൻ വന്നതാണോ എന്ന് ചോദിച്ചു. അല്ല, നിന്നെ കൊല്ലാൻ വേണ്ടി തന്നെ വന്നതെന്ന് പറയില്ല. അവൻ തലക്ക് നോക്കിയാണ് അടിച്ചത്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തടുത്തപ്പോൾ എൻ്റെ ഈ കയ്യിലാണ് അടി കൊണ്ടത്. അടുത്തത് ഞാൻ ഈ തടുത്തോടുകൂടി ചിറ്റി അവനിൽ നിന്ന് താഴെ വീണിട്ടുണ്ടായിരുന്നു. ചിറ്റി അടുത്തെടുത്തിട്ട് എന്നെ അടിക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് ഞാൻ പുറകോട്ട് പോയി നേരെ ഒരു തോടുണ്ടായിരുന്നു. തോട്ടിലേക്ക് വീണു. ആ തോട്ടിലേക്ക് വീണതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. അല്ലെന്നുണ്ടെങ്കിൽ വലിയ ചിറ്റിയായിരുന്നു. 2ന്റെ ചിറ്റിയും കൊണ്ടാണ് വന്നത്. അപ്പോൾ ഇതും നേരത്തെയും ഇതുപോലെ തന്നെ ഇയാള് ഈ കഞ്ചാവ് അഡിഷനുള്ള ആളാണ്. അയാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചുറ്റിയുമായിട്ട് ഇറങ്ങുകയും ആളുകളെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനും അദ്ദേഹമായിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു വൈരാഗ്യമോ വേറെ ഒന്നുമില്ല. പക്ഷേ ഇവിടുത്തെ കഞ്ചാവ് മാഫിയക്കെതിരെ തൃക്കാക്കര പോലീസുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ അവിടെ അതിൻ്റെ ഒരു ക്യാമ്പയിനൊക്കെ സംഘടിപ്പിക്കാനായിട്ട് ഞാൻ നേതൃത്വം കൊടുത്തത്. അപ്പോൾ അതിൻ്റെ വൈരാഗ്യമാണോ എന്നെനിക്കറിയില്ല. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ആ മേഖലയിലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഞ്ചാവിൻ്റെ മാഫിയ ശരിയായിട്ടുണ്ട്. കൺസ്യൂം ചെയ്യുന്ന ആളുകളും ധാരാളം പേരുണ്ട്. വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾ ധാരാളം പേരുണ്ട്. ഞങ്ങളുടെ ബോട്ട് ചട്ടിയൊക്കെ ഇപ്പോൾ ബോട്ട് നിർത്താതെ അനാഥമായി കിടക്കുമ്പോൾ ആ മേഖലയിലൊക്കെ ഒതുങ്ങി നിന്നുകൊണ്ട് ധാരാളം പേർക്ക് കഞ്ചാവ് വിൽക്കുന്നതിനും മയക്കുമരുന്ന് വിൽക്കുന്നതിനും MDMA അടക്കമുള്ള സാധനങ്ങൾ വിൽക്കുന്നതിനൊക്കെ അവിടെ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്. പക്ഷേ പോലീസിന് ഒരു പരിധിയുണ്ട്. പോലീസിനും ഭയമാണ് ഇവരെയൊക്കെ. കാരണം ഈ വെറുതെ നിന്ന ആളെ ചിറ്റിയൊക്കെ അടിച്ച് പരിക്കേൽപ്പിക്കുന്ന ഇത്തരം മാനസികാവസ്ഥയുള്ള ഇവരെ എങ്ങനെ പോലീസ് നേരിടും അവരെ? പക്ഷേ ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഭയമാണ്. ഇപ്പം ഇദ്ദേഹത്തെ ഇന്ന് തന്നെ ഇവരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ അയാളെ സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിടുന്ന ഒരവസ്ഥ ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇനി ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഭയങ്കരമായിട്ടുള്ള പേടിയുണ്ട്. ഇപ്പം ചുറ്റിയൊക്കെയാണ് അടിച്ചത്. ഒരു വാക്കത്തി ആയിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നാണ് ഞാൻ ഭയപ്പെട്ടു പോണത്. അതുപോലെ പല പ്രശ്നങ്ങളും അവിടെ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒരു വീട്ടിൽ തന്നെ നേരത്തെ കയറി അവിടെ ആ വീട്ടിലത്തെ അയാളെ 80 വയസ്സുള്ള അയാളുടെ മാതാവിനെ പോലും അവർ ആക്രമിച്ചു എന്നുള്ളതാണ്. അതിലൊക്കെ ഇയാൾ പ്രതിയാണ്. അതിലെ അയാളുടെ മക്കളടക്കം, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളടക്കം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അന്ന് ഹോസ്പിറ്റലൈസ് ചെയ്തതാണ്. കേസ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എല്ലാം വളരെ സിമ്പിളായിട്ട് ഇവരെല്ലാം ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥാവിശേഷമാണ്. ഞങ്ങൾക്ക് ആവശ്യം ഇങ്ങനെയുള്ള ആളുകളെ തുറന്നു വിടാനുള്ളൊരു അവസരം ഉണ്ടാകും. അവരെ അഡിക്ഷൻ സെൻ്ററിലോ എന്തെങ്കിലും വിട്ടിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഞങ്ങൾക്ക് ഉണ്ടാകും. എൻ്റെ നാടിനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ
ഇത് നിർബന്ധമായിട്ടും പോലീസ് കൃത്യമായിട്ട് ഇടപെടേണ്ട ഒരു കേസാണ് ഇത്. അവിടെ തുതിയൂർ മയക്കുമരുന്ന് മാഫിയ ക്ലിയർ ആയിട്ട് ഇടപെടുന്നുണ്ട്. അവിടുത്തെ കൊച്ചുകുട്ടികൾ, ഇപ്പോൾ ചെറിയ കുട്ടികളാണ് ഇതിനുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇതിൻ്റെ ഒരു മുതിർന്ന കുട്ടികളാണ് ഇപ്പോൾ, മുതിർന്നവന്മാരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ 6-7 വർഷം എടുത്ത് ഇവന്മാർക്ക് കിളി പോകാനെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന പിള്ളേർക്ക് 3 വർഷമൊക്കെ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർ കൈകാര്യം ചെയ്യുന്നത് അതിനേക്കാൾ വീര്യം കൂടിയ സാധനങ്ങളാണ്. ബാബുചേട്ടനൊക്കെ അവിടെ അന്ന് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുടെ ഇതിന് വേണ്ടിയിട്ട് പോലീസ് അവിടെ ഒരു ക്യാമ്പും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതിനൊക്കെ മുൻകൈ എടുത്ത ബാബുചേട്ടനൊക്കെ. അങ്ങനെയുള്ള ഒരാളുടെയൊക്കെ പൊതുപ്രവർത്തകരെയൊക്കെ ആക്രമിക്കാമെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രതികരിക്കാൻ പേടിയാണ്. കാരണം നമുക്കും വളർന്നു വരുന്ന കുട്ടികളുണ്ട്, ഭാര്യ, ഫാമിലി, ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ നമ്മളെ ആക്രമിക്കുമെന്നുള്ള പേടി ഇപ്പോഴും ഉണ്ട് നമുക്ക്. ഇങ്ങനെ കൈകാര്യം ചെയ്യാം. ഇവന്മാർ ഒളിച്ചിരുന്നാണ് ഇവന്മാർ കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ ചേട്ടനെ വളരെ മൃഗീയമായിട്ടാണ് മർദ്ദിച്ചത്. പക്ഷെ എത്രത്തോളം അതിന് വാല്യൂ ഉണ്ടായി എന്നുള്ളത് പോലീസുകാരുടെ കയ്യിൽ നിന്നും അവർ കൃത്യമായിട്ട് ഊരിപ്പോയി. വരാൻ പാടില്ലായിരുന്നു. ക്ലിയറായിട്ട് അവന്മാർ പണി നടത്തുന്നു, അവന്മാർ പ്രായത്തിൻ്റെ ഇത് വെച്ചിട്ട് ഊരിപ്പോകുന്നു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മാറ്റങ്ങൾ വരണം, ക്ലിയറായിട്ട് മാറ്റം വരണം. ഇന്നത്തെ സമൂഹത്തിൽ എല്ലാ ഇടങ്ങളിലും പല സ്ഥലങ്ങളിൽ ചെറുപ്പക്കാർ കൂടി നിന്നിട്ട് ഈ പറഞ്ഞ ലഹരി ഉപയോഗം എല്ലാ ഭാഗങ്ങളും നമ്മളെല്ലാം കണ്ടുവരുന്ന സാഹചര്യം പേപ്പറിലായാലും ചാനലിലായാലും സോഷ്യൽ മീഡിയയിലായാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനെതിരെ അവരോട് നേരിടാനും പ്രതികരിക്കാനും ഒരാൾ പോലും മുൻകൈയെടുത്ത് വരുന്നില്ല. കാരണം ഉള്ളിലുള്ള ഭയം. കാരണം ഇവർ ഈ മദ്യലഹരിയിലും ഈ രാസലഹരിയിലും എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്നുള്ള ഒരു പേടി ഈ സമൂഹത്തിൽ എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ബാബുച്ചേട്ടൻ പറഞ്ഞ പോലെ അത് പോലീസുകാർക്കായാലും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാറ് നമ്മുടെ ഇവിടുത്തെ SIനെ ഇതുപോലെ മദ്യലഹരിയിൽ ഒരാൾ കല്ലുകൊണ്ട് തലയടിച്ചു കൊടുത്ത സാഹചര്യം. ബാബുച്ചേട്ടൻ എന്നുള്ള നിലയിൽ ഒരു പൊതുപ്രവർത്തനമാണ്. പുള്ളിയെ ഇന്ന് ചിക്കിയെ കൊണ്ട് ആക്രമിക്കപ്പെട്ടു. അതേപോലെ തന്നെ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ട്.